ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് സമരവും സ്വാതന്ത്ര്യവും എന്ന SCERT പാഠഭാഗമാണ്. 10ാം ക്ലാസ്സിലെ ചാപ്റ്ററാണിത്. നമുക്ക് നോക്കാം. ആദ്യം ഈ ചാപ്റ്ററിൽ ഗാന്ധിജിയുടെ ഒരു അനുഭവമാണ്, ദക്ഷിണാഫ്രിക്കയിലെ ഒരു അനുഭവമാണ് പറയുന്നത്. ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിന് വേണ്ടിയാണ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്. ദർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കിവിട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണവിവേചനത്തിൻ്റെ തീവ്രത അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന 21 വർഷക്കാലവും ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു. തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം ആദ്യം നേതൃത്വം കൊടുക്കുന്ന സമരമാണ് ചമ്പാരൻ സമരം, ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. അത് 1917 അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിക്കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് നേതൃത്വം കൊടുക്കുന്ന സമരമാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. ചമ്പാരൻ എന്ന് പറയുന്ന പ്രദേശം എവിടെയാണ്? ബീഹാറിലാണ്. ഇനി അഹമ്മദാബാദിലെ തുണിമില്ല് സമരം, ഇത് 1918. അഹമ്മദാബാദ് എവിടെയാണ്? ഗുജറാത്തിലാണ്. അതിനുശേഷം ഗാന്ധിജി പങ്കെടുക്കുന്ന സമരമാണ് ഖേഡയിലെ കർഷക സമരം. ഖേഡ എന്ന് പറയുന്നത് ഗുജറാത്തിൽ തന്നെയാണ്. 1918 ഖേഡയിലെ കർഷക സമരം നടക്കുന്നത്. ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും പോലുള്ള സമരരീതികളാണ് സ്വീകരിച്ചത്. ചമ്പാരനിൽ നിയമലംഘനവും സഹന സമരവും പോലുള്ള സമരരീതികളാണ് ഗാന്ധിജി സ്വീകരിച്ചത്. ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി. അങ്ങനെ ചമ്പാരൻ സമരം വിജയമാവുകയാണ്. സമരത്തിന് ശേഷം ഗാന്ധിജി ചമ്പാരൻ്റെ പുരോഗതിക്ക് വേണ്ടി ഓരോരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി അഹമ്മദാബാദ് തുണിമില്ല് സമരം, അത് പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള സമരമായിരുന്നു 1918. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്നാണ് അധികാരികൾ ഈ ശമ്പള വർധനവിന് സമ്മതിക്കുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തത്. അതുപോലെ ഖേഡ സമരം, ഖേഡയിലെ കർഷകരുടെ സമരമായിരുന്നു. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്ന് നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെയായിരുന്നു ഗാന്ധിജിയുടെ സമരം. നികുതി നിഷേധവും സത്യാഗ്രഹവുമായിരുന്നു ഗാന്ധിജി ഉപയോഗിച്ച സമരായുധങ്ങൾ. അതിൻ്റെ ഫലമായിട്ട് സർക്കാർ നികുതി ഇളവുകൾ നൽകാനായിട്ട് തയ്യാറാവുകയും സത്യാഗ്രഹത്തിൽ അഹിംസയിൽ അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിൻ്റെ നേതാവാക്കി തീർക്കുകയും ചെയ്തു. അഹമ്മദാബാദ് തുണിമില്ല് സമരത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പ്ലേഗ് ബോണസിനെ പറ്റി പറഞ്ഞു. എന്താണ് പ്ലേഗ് ബോണസ് എന്ന് നമുക്ക് നോക്കാം. 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. ജനസംഖ്യയുടെ 10% പേരെയാണ് കൊന്നൊടുക്കിയത്. ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ 80% വരെ ബോണസായിട്ട് നൽകിയിരുന്നു. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഏർപ്പെടുത്തിയ ഈ സംവിധാനം 1ാം ലോകയുദ്ധം കൊണ്ടുണ്ടായ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായകമായി. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടായി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായിട്ട് ഗാന്ധിജി മാറുകയും ചെയ്തു.
ഇനി നമുക്ക് ആ കോളൊന്ന് നോക്കാം. ഗാന്ധിജി ചലച്ചിത്രത്തിൽ നിന്നുള്ളത്. അതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്, PSC ചോദിക്കാറുണ്ട്. ഗാന്ധി എന്ന സിനിമയെ പറ്റിയാണ്. നമുക്ക് നോക്കാം. റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത് 8 ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി എന്ന ചലച്ചിത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ്. ശ്യാം ബെനഗലിൻ്റെ മേക്കിംഗ് ഓഫ് മഹാത്മാ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഗാന്ധി എന്ന സിനിമ 8 ഓസ്കാർ അവാർഡുകളാണ് നേടിയത്. അതുപോലെ ശ്യാം ബെനഗലിൻ്റെ സിനിമയായിട്ടുള്ള മേക്കിംഗ് ഓഫ് മഹാത്മാ, ഈ ചിത്രത്തിൽ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇവ കൂടാതെ നിരവധി ചലച്ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി നോക്കുന്നത് ദേശീയ സമരത്തിലേക്ക്. ഗാന്ധിജി ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടക്കുന്നത്. ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ഗാന്ധിജി കടക്കുന്നത് റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ്. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം. 1919 റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാർ പാസാക്കുന്നത്. ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാമായിരുന്നു. റൗലറ്റ് നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാം. അതായിരുന്നു റൗലറ്റ് നിയമം. റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധങ്ങളുണ്ടായി. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സൈഫുദ്ദീൻ കിച്ലുവും സത്യപാലുമായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായിട്ട് 1919 ഏപ്രിൽ 13 ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി. അമൃത്സറിലെ ഒരു സ്ഥലമാണ് ജാലിയൻ വാലാബാഗ്. അവിടെ ഒത്തുകൂടി. ആ സമയം ബ്രിട്ടീഷ് പട്ടാളത്തിനായിരുന്നു അമൃത്സർ പട്ടണത്തിൻ്റെ നിയന്ത്രണം. പട്ടാള മേധാവിയായിരുന്ന ജനറൽ ഡയർ തൻ്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പുമില്ലാതെ 3 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ നിരത്തി. ഇവർ ഒത്തുകൂടിയിരുന്ന മൈതാനം എന്ന് പറയുന്നത് 3 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനമായിരുന്നു. ഇതിൻ്റെ പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ ഈ ജനറൽ ഡയർ നിരത്തി നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാനായിട്ട് ഉത്തരവിട്ടു. 10 മിനിറ്റ് നീണ്ടു നിന്ന വെടിവെപ്പിൽ 379 പേര് മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്കെങ്കിലും മരണസംഖ്യ ഇതിൻ്റെ ഇരട്ടിയായിരുന്നു. ഔദ്യോഗിക കണക്ക് പ്രകാരം എത്രയാണ്? 379 പേര് മരിച്ചു എന്നുള്ളതാണ്. 10 മിനിറ്റ് നീണ്ടു നിന്ന വെടിവെപ്പായിരുന്നു. ഇതിൽ 379 പേര് മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്കെങ്കിലും ഇതിൻ്റെ ഇരട്ടി സംഖ്യ ആൾക്കാരാണ് അന്ന് അവിടെ മരണപ്പെട്ടത്. ഇന്ത്യയിലെമ്പാടും ശക്തമായ പ്രതിഷേധം രൂപപ്പെടുന്നതിന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കാരണമായി. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്നാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഗാന്ധിജി പ്രതികരിച്ചത്. ഗാന്ധിജിയുടെ വാക്കുകളാണിത്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് നിസ്സഹകരണ സമരവും അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനവും ഒക്കെയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. റൗലറ്റ് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. റൗലറ്റ് വിരുദ്ധ സമരം ഗാന്ധിജി നടത്തിയിരുന്നു. ആ ഒരു സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ വേണ്ടി ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. എന്താണ് നിസ്സഹകരണ സമരം? അതിൻ്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. വക്കീലന്മാർ, കോടതികൾ എന്നിവ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക,
നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. ഇതാണ് നിസ്സഹകരണ സമരം കൊണ്ട് ഉദ്ദേശിച്ചത്. എന്തൊക്കെയാണ്? വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. ഇതൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ ആഹ്വാനങ്ങൾ. നിസ്സഹകരണ സമരം എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് അതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഗാന്ധിജിയുടെ ഈ ഒരു ആഹ്വാനം ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിച്ചതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഈ പറയുന്നത്. അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. നികുതി നൽകാതിരിക്കുക എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അവധിലെ കർഷകർ എന്താണ്? നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗ്ഗക്കാർ വനനിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വേണ്ടി വിസമ്മതിച്ചു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകി. ഇതിനെ തുടർന്ന് ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽ നൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഐത്തോച്ചാടന പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ തുടങ്ങിയവ. അപ്പോൾ ഈ ഒരു കാലത്താണ് എന്താണ്? നിസ്സഹകരണ സമര കാലത്താണ് കാശി വിദ്യാപീഠം, അതുപോലെ ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ ഇതൊക്കെ ആരംഭിക്കുന്നത്. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം വരുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ്? അലി സഹോദരന്മാരാണ്. ആരൊക്കെയാണ് അലി സഹോദരന്മാർ? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ചേർന്നാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തി. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റി കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്താണെന്ന്. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടൻ്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഉയർന്നു വന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഉയർന്നു വന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. 22 പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് ഏത് സംഭവത്തിന് പിന്നാലെയാണ്? ചൗരി ചൗര സംഭവത്തിന് പിന്നാലെയാണ്. എന്താണ് ചൗരി ചൗര സംഭവം? ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമമാണ് ചൗരി ചൗര എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. അതിൽ 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ ഒരു സംഭവം എന്താണ്? ഗാന്ധിജിയെ വേദനിപ്പിച്ചു. അങ്ങനെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ വേണ്ടി ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. ഇനി നോക്കുന്നത് പൂർണ്ണ സ്വരാജ്യം സിവിൽ നിയമലംഘനവുമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു എന്ത്?
1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന INC സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ഏത്? ലാഹോർ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ച സമ്മേളനവും ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്താണ് സിവിൽ നിയമലംഘനം? ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായിട്ടുള്ള സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യ അന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക. സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാൻ വേണമെങ്കിൽ സിവിൽ നിയമ ലംഘനം എന്നതുവഴി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. ഈ ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നുവെന്ന് പരിശോധിക്കാം. ഉപ്പ് എന്നത് സമര ആയുധമായിട്ട് ഗാന്ധിജി ഉപ്പ് ലംഘനം നടത്തുന്നുണ്ട്. ഈ നിയമലംഘനത്തിൻ്റെ ഭാഗമായിട്ടാണ് സിവിൽ നിയമലംഘനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉപ്പ് നിയമലംഘനം നടത്തുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഉപ്പിനെ ഗാന്ധിജി സമരായുധമായിട്ട് തിരഞ്ഞെടുത്തത്? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 2/5 ഭാഗവും ഉപ്പിന് മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയരായ ചെറുകിട ഉപ്പുൽപ്പാദകർക്കും മേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നത്. ഈ കൊടുത്തിരിക്കുന്നത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യുവാൻ കഴിയും? ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഇനി നോക്കുന്നത് വട്ടമേശ സമ്മേളനങ്ങളാണ്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ 1930, 1931, 1932 എന്നീ വർഷങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്തിരുന്നു. അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? 2ാം വട്ടമേശ സമ്മേളനമാണ് 1931. ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ഉപ്പ് കുറുക്കി നിയമലംഘനത്തിൽ ജനങ്ങൾ പങ്കാളികളായി. അങ്ങനെ കേരളത്തിലെ പയ്യന്നൂർ, അതുപോലെ തമിഴ്നാട്ടിലെ വേദാരണ്യം, മഹാരാഷ്ട്രയിലെ ബോംബെ, ബംഗാളിൽ നവഖാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങൾ തുടങ്ങിയവയൊക്കെ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായി. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ധരാസന ഉപ്പു നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസ് നേരിടുകയും ഉണ്ടായി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഗുജറാത്തിലെ ധരാസന ഉപ്പു നിർമ്മാണശാലയിലേക്ക് സത്യാഗ്രഹികളുമായിട്ട് പുറപ്പെട്ടതാരാണ്? സരോജിനി നായിഡു ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഗാന്ധിജി ബ്രിട്ടീഷ് സേന അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഈ സമരം അവരെ അടിച്ചമർത്തുകയും ചെയ്തു. സിവിൽ നിയമലംഘന സമരം പോലെ തന്നെ ജനകീയമായ മറ്റൊരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിലൂന്നിയുള്ള ഒരു സമരമായിരുന്നു ഇതിലൂടെ INC വിഭാവനം ചെയ്തത്.
ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങൾ നമുക്ക് നോക്കാം. എന്തിനാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടായത് എന്ന് നോക്കാം. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ, ഇതൊക്കെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്കു നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. ഇതൊക്കെയാണ് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നൽകിയ നിർദ്ദേശങ്ങൾ. ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ പ്രക്ഷോഭത്തെ അതിക്രൂരമായിട്ട് നേരിട്ടു. അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെൻറ് കെട്ടിടങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, ഗതാഗത മാർഗങ്ങൾ തുടങ്ങിയവ തകർത്തു. 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യ ആകെ സമരത്തിൻ്റെ തീച്ചൂളയിലായിരുന്നു. സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണിത്. പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു CR ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയായിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത് എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെതിരായിട്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ് ഇത്. ഇത്തരത്തിൽ ഗാന്ധിയൻ സമര രീതികളിൽ നിന്ന്, ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഇന്ത്യയുടെ ദേശീയ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പം ഗാന്ധിജിയുടെ കാര്യങ്ങളാണ്, ഗാന്ധിജിയുടെ സമര രീതികളും ഒക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നോക്കുന്നത് ഗാന്ധിജിയുടെ സമര രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സമര രീതികളും ആശയങ്ങളും ഉണ്ടായിരുന്ന ചിലരെ പറ്റിയാണ്. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്ത CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകുന്ന 1923 ആരൊക്കെ ചേർന്നിട്ടാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ്. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയില്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണം എന്ന് അവർ ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്തു. ക്രമേണ ഗാന്ധിയൻ സമരരീതികളോടുള്ള വിയോജിപ്പ് കൂടുതൽ ശക്തമായ രീതിയിൽ പ്രകടമാകാനായിട്ട് തുടങ്ങി. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഒരു സംഘടന രൂപീകരിച്ചു, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ രൂപീകരിച്ചത് എന്നാണ്? ഏത് വർഷമാണ്? 1928. ആരൊക്കെ ചേർന്നിട്ടാണ് ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തത്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് ഇവർ ചേർന്നിട്ടാണ് ഈ സംഘടന രൂപീകരിക്കുന്നത്. സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. സായുധ വിപ്ലവത്തിനു വേണ്ടി ഇവരൊരു സേനാ വിഭാഗത്തെ രൂപീകരിച്ചു. അതാണ് റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്നത്. കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിക്കുന്നത് 1928. ആരൊക്കെ ചേർന്നിട്ടാണ്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. അപ്പം ഇത്രയും പേര് ചേർന്നിട്ടാണ് ഈ ഒരു സംഘടന രൂപീകരിക്കുന്നത്. അതുപോലെ സായുധ വിപ്ലവത്തിന് വേണ്ടി ഇവർ സേനാ വിഭാഗം ആരംഭിച്ചു. ആ സേനാ വിഭാഗത്തിൻ്റെ പേരെന്താണ്? റിപ്പബ്ലിക്കൻ ആർമി എന്നാണ്. ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്ന ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയുണ്ടായി.
പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിയുകയും ചെയ്തു. തുടർന്ന് അറസ്റ്റ് വരിച്ചു. അങ്ങനെ 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. അപ്പോൾ ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റുന്നത് എന്നാണ് 1931 മാർച്ച് 23. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ചില വിപ്ലവ പ്രസ്ഥാനങ്ങൾ അതുപോലെ അവയുടെ നേതാക്കളെയുമാണ്. ആദ്യം നോക്കുന്നത് അഭിനവ് ഭാരത് സൊസൈറ്റി. ഇത് രൂപീകരിക്കുന്നത് ആരാണ്? ഇതിന് നേതൃത്വം നൽകുന്ന വി ഡി സവർക്കർ ആണ്. ഇനി അനുശീലൻ സമിതി ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും ചേർന്നിട്ടാണ് രൂപീകരിക്കുന്നത്. ഗദ്ദാർ പാർട്ടി ആരുടെയാണ്? ലാല ഹർദയാലിൻ്റെയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെന്നാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആണെങ്കിൽ സൂര്യസെന്നാണ്. അതേസമയം റിപ്പബ്ലിക്കൻ ആർമി എന്ന സായുധ സേനയ്ക്ക് രൂപം നൽകിയത് ആരാണ്? ഭഗത് സിംഗും കൂട്ടരും ചേർന്നിട്ടാണ്. അത് നമ്മൾ പറഞ്ഞു. അപ്പം അഭിനവ് ഭാരത് സൊസൈറ്റി എന്നത് വി ഡി സവർക്കറിൻ്റെയാണ്. അതുപോലെ അനുശീലൻ സമിതി ആണെങ്കിൽ ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും ചേർന്നിട്ടാണ്. ഗദ്ദാർ പാർട്ടി ആണെങ്കിൽ ലാലാൽ ഹർദയാൽ, അതുപോലെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആണെങ്കിൽ സൂര്യസെന്നാണ് രൂപീകരിക്കുന്നത്. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 1930കളോടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ വേണ്ടി തുടങ്ങി. ആ ആശയങ്ങൾ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തെയും സ്വാധീനിച്ചു. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലി എന്നിവർ ചേർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകി. അങ്ങനെ 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്? ആരുടെ നേതൃത്വത്തിലാണ്? ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലാണ്. വർഷം എന്നാണ് 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടം ആയപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായിരുന്നു. ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായൺ, അതുപോലെ അരുണ ആസിഫ് അലി എന്നിവരായിരുന്നു. ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് വിട്ട അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രാജ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി ആരാണ് രൂപീകരിച്ചത്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് രാജ് ബിഹാരി ബോസുമാണ്. പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ആരേറ്റെടുത്തു? സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുകയുണ്ടായി. സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാനുള്ള സമരം നടത്തുക എന്നതായിരുന്നു താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ പ്രധാന ചുമതല. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം ഏതായിരുന്നു? ഝാൻസി റാണി റെജിമെൻ്റ് ആണ്. ഇതിൻ്റെ ചുമതല കൊടുത്തിരുന്നത് ആർക്കാണ്? മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. ജപ്പാൻ്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. വാഞ്ചി അയ്യർ ആരാണെന്ന് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെയാണ് ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ജനകീയ പ്രക്ഷോഭങ്ങളെ നിഷ്ഠൂരമായിട്ട് അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടർ ആരായിരുന്നു? റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷെ. അദ്ദേഹത്തെ 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാഞ്ചി അയ്യർ വെടിവെച്ചു കൊന്നു. ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹം പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്.
വാഞ്ചിയാരുടെ പ്രവൃത്തിയെപ്പറ്റി മാഡം കാമ തൻ്റെ വന്ദേമാതരം പ്രസിദ്ധീകരണത്തിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തിയെന്ന്. ഇനി നമുക്ക് നോക്കാനുള്ളത് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ സ്വാധീനത്തിൽ ചില ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ചില തൊഴിലാളി സംഘടനകൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, അതുപോലെ മദ്രാസ് ലേബർ യൂണിയൻ. ഇതൊക്കെ എന്താണ്? റഷ്യൻ വിപ്ലവത്തിൻ്റെ സ്വാധീനത്തിൽ രൂപീകരിക്കപ്പെട്ട കർഷക തൊഴിലാളി സംഘടനകളാണ്. 1920 NM ജോഷി, ലാല ലജ്പത് റായ് എന്നിവർ ചേർന്ന് രൂപീകരിച്ചതാണ് AITUC. AITUC എന്ന് വെച്ചാൽ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. അപ്പോൾ ഏത് വർഷമാണ് രൂപീകരിക്കുന്നത്? അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിക്കുന്ന ഏത് വർഷമാണ്? 1920 ആരൊക്കെ ചേർന്നിട്ടാണ്? NM ജോഷി, ലാല ലജ്പത് റായ് എന്നിവർ ചേർന്നിട്ടാണ്. ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഇനി നോക്കുന്നത്. തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്ക് വഹിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് AITUCയുടെ ലക്ഷ്യങ്ങൾ. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും സെമിദാർമാരുടെ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടിവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി. ഇത് കർഷക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായിട്ട് ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമാകുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ നേതൃത്വത്തിലാണ്. NG രംഗ. പിൽക്കാലത്ത് ഇത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേര് സ്വീകരിച്ചു. ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകി. ഇനി ഈ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക, കടങ്ങൾ മരവിപ്പിക്കുക, ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. ഇതൊക്കെയായിരുന്നു ആവശ്യങ്ങൾ. കർഷകരുടെയും തൊഴിലാളികളുടെയും ഒത്തുചേരലും പ്രതിഷേധവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ നയങ്ങളെയും ഇന്ത്യയിൽ നിലനിന്ന ഫ്യൂഡൽ വ്യവസ്ഥയെയും ഒരുപോലെ എതിർത്ത തൊഴിലാളികളുടെയും കർഷകരുടെയും നിലപാടുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കലാപങ്ങൾക്കും സമരങ്ങൾക്കും വഴിതെളിച്ചു. ഇനി അങ്ങനെ ഉണ്ടായ കർഷക സമരങ്ങൾ ഏതൊക്കെയാണ്? നടന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. തേബാഗ സമരം എവിടെയാണ് നടന്നത്? ബംഗാളിലാണ്. തേബാഗ സമരം നടന്നത് ബംഗാളിലാണ്. ഇനി തെലുങ്കാന സമരമോ? തെലുങ്കാന സമരം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. നാവിക കലാപം നടന്നത് ബോംബെയിലുമാണ്. രണ്ടാം ലോകയുദ്ധം ലോകത്താകമാന സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ബ്രിട്ടൻ സാമ്പത്തികമായി ദുർബലമാകുകയും അതുവഴി കോളനികൾ നിലനിർത്താനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടത് ലോകത്തെ വൻ ശക്തികളായി വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനി വാഴ്ചയ്ക്കെതിരായിട്ട് നിലപാടെടുത്തതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ നിർബന്ധിതമാക്കി. അങ്ങനെ ഇന്ത്യയുടെ അനുഭാവം പുലർത്തിയിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നതും സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കി. ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ആളായിരുന്നു ക്ലെമന്റ് ആറ്റ്ലി. അദ്ദേഹമാണ് പിന്നീട് ബ്രിട്ടനിൽ അധികാരത്തിൽ വരുന്നത്. അത് നമ്മുടെ സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കി. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവേന്ത്യ ലീഗ് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. സർവേന്ത്യ ലീഗ് ആരുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു? മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു സർവേന്ത്യ ലീഗ്. അവരെന്താവശ്യപ്പെട്ടു? പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പ്രശ്നം പരിഹരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് നിയമിച്ചു. ക്ലെമന്റ് ആറ്റ്ലി നിയമിച്ചു. ഇന്ത്യയെ
വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്താണ്, ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. അതുപോലെ പഞ്ചാബും ബംഗാളും രണ്ടായിട്ട് വിഭജിക്കേണ്ടതാണ്. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തുന്നതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. ഇതൊക്കെയായിരുന്നു മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് പറയുന്നത്. കോൺഗ്രസും സർവേന്ത്യ ലീഗും ഈ പദ്ധതി അംഗീകരിച്ചു. എന്നാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലെയുള്ള ദേശീയവാദികൾ ഇതിനെ എതിർത്തു. 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കുന്നത് എന്നാണ് 1947 ജൂലൈയിലാണ്. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 സ്വതന്ത്ര രാജ്യങ്ങൾ അങ്ങനെ നിലവിൽ വന്നു. അപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 സ്വതന്ത്ര രാജ്യങ്ങൾ ഏത് ആക്ട് പ്രകാരമാണ് നിലവിൽ വരുന്നത്? 1947 ജൂലൈയിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വഴിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇനി നമുക്ക് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പറ്റി നോക്കേണ്ടതായിട്ടുണ്ട്. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായിട്ട് എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഇന്ത്യയുടെ വിഭജനം അദ്ദേഹത്തെ ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹം അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്നം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന ദേശീയ സമരമായിട്ട് മാറിയത് എങ്ങനെയാണ് എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത്. ഗാന്ധിജിയുടെ ആശയങ്ങൾ, അതുപോലെ സമരരീതികൾ, അതൊക്കെയാണ് ഇതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഗാന്ധിയൻ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ സമരമാർഗങ്ങൾക്കും ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതും നമ്മൾ നോക്കി. ഇത്തരത്തിൽ വ്യത്യസ്ത ധാരകളിലൂടെ ശക്തി പ്രാപിച്ച ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് 1947 ഓഗസ്റ്റ് 15 ലഭിച്ച സ്വാതന്ത്ര്യം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.